നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ISROയുടെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വിവിധ തസ്തികകളിലേക്കുള്ള അപേക്ഷകൾക്കായി രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. താൽപ്പര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് vssc.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷിക്കാവുന്നതാണ്. ഏപ്രിൽ 9 വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്സ്, പ്രൈമറി അധ്യാപകൻ, സബ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഫിസിക്സ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 47,600 രൂപ മുതൽ 1,51,100 രൂപ വരെ ശമ്പളം ലഭിക്കും. NCERTയുടെ റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് MSc കോഴ്സ് എന്നിവ ഉണ്ടായിരിക്കണം. ഇതല്ലെങ്കിൽ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ് എന്നിവയിൽ കുറഞ്ഞത് 50% മൊത്തം മാർക്കോടെ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിരിക്കണം. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള B.Ed അല്ലെങ്കിൽ തത്തുല്യ ബിരുദം, ഹിന്ദിയിലും ഇംഗ്ലീഷിലും അധ്യാപന പ്രാവീണ്യം എന്നിവ അധിക യോഗ്യതകളായി പരിഗണിക്കും. പ്രൈമറി അധ്യാപകനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ ശമ്പളം ലഭിക്കും. അപേക്ഷകർക്ക് കുറഞ്ഞത് 50% മാർക്കോടെ സീനിയർ സെക്കൻഡറിയും അല്ലെങ്കിൽ തത്തുല്യം 2 വർഷത്തെ B.Edഉം ഉണ്ടായിരിക്കേണ്ടതാണ്. സീനിയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യം കുറഞ്ഞത് 50% മാർക്കോടെ 4 വർഷത്തെ B.Ed ബിരുദവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വ്യത്യസ്ത യോഗ്യതാ റൂട്ടിൽ കുറഞ്ഞത് 50% മാർക്കോടെ സീനിയർ സെക്കൻഡറിയോ അതല്ലെങ്കിൽ തത്തുല്യമോ ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എഡ്യൂക്കേഷൻ ഡിപ്ലോമ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബിരുദമോ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. സബ് ഓഫീസർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെ ശമ്പളം ലഭിക്കും. പ്രസ്തുത തസ്തികയിൽ 6 വർഷത്തെ പരിചയം ആവശ്യമാണ്. നാഗ്പൂരിലെ NFSCയിൽ നിന്ന് സബ് ഓഫീസർ സർട്ടിഫിക്കറ്റുള്ള ലീഡിംഗ് ഫയർമാൻ അല്ലെങ്കിൽ DCO ആയവർക്ക് അപേക്ഷിക്കാം. PCMൽ BSc ബിരുദവും നാഗ്പൂരിലെ NFSCയിൽ നിന്ന് സബ് ഓഫീസർ സർട്ടിഫിക്കറ്റും ഉള്ളതും സബ് ഓഫീസർ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ലീഡിംഗ് ഫയർമാനായി കുറഞ്ഞത് 2 വർഷത്തെ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് സാധുവായ ഒരു HVD ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.